യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിലെ സംസ്കാരങ്ങളൊക്കെ പഠിക്കാനും വന്ന കുറെ ആളുകളുണ്ട്, ഓറിയന്റലിസ്റ്റുകളും അല്ലാത്ത. അവർക്കൊരു സ്ഥലത്ത് പോയാൽ അവിടെയുള്ള ഭാഷ ആദ്യം പഠിക്കണം. അതിനുവേണ്ടി ശരിക്കും ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. നമുക്ക് ഹെർമൻ ഗുണ്ടർട്ടിനെ ഉദാഹരിക്കാം, മലയാളമായിട്ട് ബന്ധം. അയാളാണ് മലയാളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ നിഘണ്ടുണ്ടാക്കുന്നത്. മലയാളിയല്ല അടിസ്ഥാനപരമായി, അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹമാണ് തലശ്ശേരിയിലെത്തിയിട്ട് ഭാഷ പഠിച്ച് അത്രമേൽ ഉഷാറാക്കി ആദ്യം മലയാള ശൈലി നിഘണ്ടുണ്ടാക്കുന്നത്, പിന്നെ മലയാളം ഇംഗ്ലീഷ് ഉള്ള ഈ റിവേഴ്സ് ഡിക്ഷണറി ഉണ്ടാക്കുന്നതൊക്കെ അദ്ദേഹം. എന്തുകൊണ്ടാണ്? ഒരാൾ വന്ന് കാര്യമായി അതങ്ങോട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന അവരുടെ പിൻഗാമികളാകുന്ന പ്രബോധകന്മാർക്ക്, മിഷനറിമാർക്ക് ഈ ഭാഷ സായത്താക്കാൻ എളുപ്പമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഫാദർ ലൂയിസ് അൽ മുൻജിദ് ഉണ്ടാക്കുന്നത്. അല്ല നമ്മുടെ പഠനം ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് എഴുതിയിട്ടല്ല അയാൾ മുൻജിദ് ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യൻ വന്ന് ഇതിനു വേണ്ടി ഉംറ അങ്ങോട്ട് മുഴുവൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഭാഷയിൽ അത്രമേൽ ഉൽപ്പത്തി ഉണ്ടാകും. അതെല്ലാം കൂടി അദ്ദേഹം എഴുതി വെച്ച് ഒരു ഗ്രന്ഥരൂപത്തിലാക്കി പിൽക്കാലക്കാർക്ക് കൈമാറുകയാണെങ്കിൽ ഇദ്ദേഹം എടുത്ത ഒരു ആയുസ് വേണ്ട, അവർക്ക് ഒരു വർഷമൊക്കെ എടുത്താൽ തന്നെ ഭാഷ മുഴുവനായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് അൽ മുൻജിദ് രൂപപ്പെടുന്നത്.